ഈ പ്ലേ ഉണ്ടോ ഇതിൻ്റെ അകത്തുള്ള ആ നീഡിൽസ് ഫുള്ളും ഇളക്കുമ്പം അറിയാൻ പറ്റും. നീഡിൽസൊക്കെ കാണിച്ചത് നമ്മളിവിടെ ഇങ്ങനെ നൈസിൽ പയ്യെ തട്ടി കൊടുക്കുമ്പം ഇതിങ്ങനെ ചാടി വെളി വന്നുകൊണ്ടിരിക്കും. ഇത് കണ്ടോ, ഇതിങ്ങനെ നൈസിന് ചുമ്മാ ഇതുപോലെ ഊരി വരും. 2 പീസായിട്ടാണ് വരുന്നത് കേട്ടോ. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മെക്കാനിക്കൽ സബ്ജക്റ്റായിട്ട് വന്നേക്കുന്നത് വെച്ചാൽ, ഇപ്പം റിയർ ഹൗസിങ്, അതായത് റിയൽ വീൽ ഡ്രൈവ് വരുന്ന വാഹനങ്ങളുടെ ബാക്കിൽ ആ ഉണ്ടണക്കൊരു സംഭവം വരത്തില്ലേ, അങ്ങനെ വരുന്ന വാഹനങ്ങൾക്ക് പൊതുവെ വരുന്നൊരു പ്രശ്നമായിട്ടാണ്. ഇപ്പം പറയുകയാണെങ്കിൽ ഒമിനി, പോട്ടെ, സ്കോർപിയോ, ഇന്നോവ, ടവേര, ബൊലീറോ, അത്തരത്തിൽ ബാക്ക് ഹൗസിങ് വരുന്ന ഏത് വണ്ടി, ഇപ്പോൾ ഇന്നോവയും അതൊക്കെ അവിടെ നിൽക്കട്ടെ, വലിയ വണ്ടികൾ അവിടെ നിൽക്കട്ടെ. ഇപ്പം വേണമെങ്കിൽ ഇത് കണക്കൊരു ഇക്കോ അല്ലെങ്കിൽ വെർസ, അതും അല്ലെങ്കിൽ ഒരു ഒമിനി, അത്തരത്തിലുള്ള വാഹനങ്ങളിലൊക്കെ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ ആ ഒരു വിഷയത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, തുടക്കത്തിൽ അത് നമ്മൾ കണ്ടുപിടിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള അപകടത്തിന് വരെ കാരണമാകും. കാര്യം എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഇതിൻ്റെ യൂജെ ക്രോസ്, യൂണിവേഴ്സൽ ജോയിൻ എന്ന് പറയുന്ന സാധനം, ലോക്കൽ ഭാഷയിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ സ്റ്റാറും കപ്പും എന്ന് പറയും. അതിൻ്റെ രൂപം ആ രീതിയിലായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ഒരു പ്ലസ് കണക്കിരിക്കുന്ന ഒരു സാധനം, യൂണിവേഴ്സൽ ജോയിൻ്റ്. അത് ഈ പേര് തന്നെ ഉണ്ട്, അത് പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സലായി എങ്ങനെ വേണമെങ്കിലും തിരിച്ചു മറിച്ചും അത് പ്രവർത്തിക്കും, വർക്കാവും എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ അകത്ത് നീഡിൽ ബെയറിങ്സും ഒരു കപ്പൊക്കെ വരുന്നുണ്ട്. ആ കപ്പൊക്കെ ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ അതിനൊക്കെ തേയ്മാനം വരികയൊക്കെ ചെയ്യുമ്പം വണ്ടി നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ ക്രക്ക് എന്നൊരു സൗണ്ട് കേട്ടിട്ടായിരിക്കും വണ്ടി എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഒരു സിഗ്നലിലോ അല്ലെങ്കിൽ എവിടെയും സ്ലോ ആക്കിയിട്ട് സെക്കൻഡൊക്കെ ഇട്ടാൽ കൊണ്ടെടുക്കുന്നത് കിടക്കിടക്ക് എന്ന് പറഞ്ഞ് സൗണ്ട് കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാക്കിൽ നിന്ന്, അതായത് വണ്ടിയുടെ പിൻഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട്, അതായത് കിടക്കുന്ന സൗണ്ടും കേട്ട് വണ്ടി ഇങ്ങനെ ഇടിച്ച് കയറുന്ന കണക്കൊരു ഫീലിംഗ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ യൂജെ ക്രോസ് കംപ്ലൈൻറ്റ് ആവുന്നതായിരിക്കും. അത് മാത്രമല്ല, ഹൗസിങ്ങിൻ്റെ വിഷയം വരാം, പക്ഷേ കോമൺലി കൂടുതലും വരുന്നത് വെച്ചാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ യൂജെ ക്രോസ് കംപ്ലൈൻറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്കും ഇതേ സെയിം വിഷയമാണ്. അതായത് വണ്ടി ഫസ്റ്റ് ഇട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ കടക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. നമ്മൾ സ്ലോ ആക്കി ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള സൗണ്ടൊക്കെ കേൾക്കും. ചിലപ്പോൾ ഗിയർ ബോക്സ് ആണെന്നൊക്കെ വരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ സൗണ്ട് കേൾക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രശ്നം ഒന്ന് കാണിച്ചു തരാം. വെട്ടമുണ്ടോ എന്ന് അറിയത്തില്ല, എന്തായാലും കാണിച്ചു തരാം. ചിലവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ ലിഫ്റ്റ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ വർക്ക്ഷോപ്പിൽ ലിഫ്റ്റ് ഇല്ല, സത്യം പറഞ്ഞാൽ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അയ്യോ, ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഈ യൂജെ ക്രോസ് ഉണ്ടല്ലോ, ഈ സാധനത്തിൻ്റെ പേരാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഈ 2 ഭാഗത്തായിട്ട് വരുന്നത് യൂജെ ക്രോസ്, യൂണിവേഴ്സൽ ജോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാറും കപ്പെന്നും നമ്മൾ സാധാ നോർമലി ലോക്കൽ ഭാഷയിൽ പറയാറുണ്ട്. അതിൻ്റെ ഇവിടുത്തെ വിഷയം കണ്ടതാ, ഈ പ്ലേ ഉണ്ടോ, ഈ ഒരു പ്ലേ ഉണ്ടല്ലോ, മൊത്തത്തിലുള്ള ഈ ഒരു പ്ലേ, അത് നോർമലി വരും. ഹൗസിങ്ങിൽ പ്ലേ ഉണ്ടായിരിക്കും. ഈ പ്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഹൗസിങ്ങിൽ പ്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടിച്ചു പറഞ്ഞു, അതായത് ചെറിയൊരു ഗ്യാപ്പ് വിട്ട് ചെറിയൊരു പ്ലേ ഇട്ടേക്കും. ഇതൊരു വിഷയമല്ല. പക്ഷേ ഇവിടുത്തെ പ്ലേ ഉണ്ടോ, ഇനി കറക്റ്റ് കാണിച്ചത് കണ്ടോ, സ്റ്റാറും കപ്പും പ്ലേ അടിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇളക്കിയെടുക്കാം. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇളക്കിയെടുക്കാനായിട്ട് ഇവിടെ ഇപ്പം 1, 2, 3, 4 നെട്ടും ബോൾട്ടും ഉണ്ട്. അപ്പം ഇത് 4 ബോൾട്ട് ഇളക്കിയാൽ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഊരി വരും. നമുക്ക് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പ്ലേ ഉണ്ടോ, ഇതിൻ്റെ അകത്തുള്ള ആ നീഡിൽസ് ഫുള്ളും ഇളക്കുമ്പം അറിയാൻ പറ്റും. നീഡിൽസൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കാണിച്ചു കൊടുത്തന്നെ ഉണ്ടോ. ആ നീഡിൽസ് ഫുള്ളും ഡാമേജായി പോയതിന് ശേഷം സംഭവിക്കുന്ന വിഷയമാണ്. ബാക്കിയുള്ള സൈഡിലൊന്നും കുഴപ്പമില്ല, ഈ സൈഡിലുണ്ട്. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് ഇടത്ത് വലത്ത് ഇങ്ങനെ ഇത് കണക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് കണക്ക് ഈ സൈഡിലൊരു വിഷയമുണ്ട്. എന്താ പറയുക, ഇപ്പം ഈ ഒരു മലച്ചിൽ ഫ്രീ ആണ്, പക്ഷേ ഈ ഒരു മലച്ചിൽ ടൈറ്റാണ്. സാധാരണഗതിയിൽ ഇത്തരം പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ യൂജെ ക്രോസുകളിൽ ഗ്രീസ് അടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കും. ഇപ്പം കുറേ നാളായിട്ട് നമ്മൾ ന്യൂജൻ പാർട്സുകളിലും അത് കണക്ക് ഇതേപോലെ വരുന്ന പുതിയ വാഹനങ്ങളിലൊക്കെ ഗ്രീസ് അടിക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഗ്രീസ് അടിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. കാര്യം വെച്ചാൽ കുറച്ചാളും കൂടെ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്തുള്ള ഗ്രീസൊക്കെ കുറേ നാൾ കഴിഞ്ഞ് ചൂടായും മറ്റുമൊക്കെ നഷ്ടപ്പെട്ട് അവസാനം ഇത് കണക്ക് ഡാമേജായി പോകുന്നതാണ്. ഇങ്ങനെ ഡാമേജായി വരുമ്പോൾ കുഴപ്പമെന്ന് അറിയാമോ, ഇത് കുറേ കഴിയുമ്പം ഈ കപ്പും എല്ലാം കൂടി അടന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് ഊരിപ്പോവും. ഇവിടുന്ന് നൈസിനെ ഊരിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഊരി തറയിൽ കുത്തും. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, ഈ ഭാഗത്തുനിന്ന് ഊരിപ്പോവുകയാണെങ്കിൽ ഇത് ഊരി തറയിൽ കുത്തും. തറയിൽ കുത്താതിരിക്കാൻ വേണ്ടി അടിയിൽ ക്രോസൊക്കെ ഉണ്ടായിരിക്കും, നമ്മളെ സമയം കണക്കിരിക്കും. തറയിലോ മറ്റോ കുത്തിയാണെങ്കിൽ വണ്ടി ഇപ്പം നമ്മളൊരു 70-60 പോയിക്കൊണ്ടിരിക്കുക, തറയിൽ കുത്തിയാണെങ്കിൽ വണ്ടി എടുത്ത് മറിക്കും.
അങ്ങനെയുള്ള പ്രശ്നം വരും. സാധാരണ ഇതിൻ്റെ ഇടയിൽ ഒരു ക്രോസ് വരാറുണ്ട്. ആ ക്രോസ് ഇല്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇത് താഴെ ഓട്ടത്തിൽ വീഴാനുള്ള സാധ്യത ഉണ്ടായാൽ ഉറപ്പായിട്ടും പണി കിട്ടും. ഈ ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റിൻ്റെ, അതായത് യൂജെ ക്രോസിൻ്റെ അടുത്തോട്ട് കാണിച്ചിടണേ. അതായത് ഇതിൻ്റെ യൂണിവേഴ്സൽ ജോയിൻറ്റിൻ്റെ ലോക്ക് വരുന്ന ഉൾഭാഗത്തായിട്ടാണ് ഉണ്ടോ. ഇത് കണക്കുള്ള ഒരു ലോക്കാണ്, ഹാഫ് ചന്ദ്രക്കല വരുന്ന പോലെ ഒരു ലോക്കാണ് വരുന്നത്. ഇതാണ് ആ ലോക്ക്. തട്ടി ഇളക്കുമ്പോൾ ഡാമേജ് ആവും. നമ്മൾ പുതിയ യൂജെ ക്രോസ് വാങ്ങുമ്പോൾ സാധാരണഗതിയിൽ ഇത് കൂടെ ഉണ്ടായിരിക്കും. ഇത് പുറം ഭാഗത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ഇത് ഇളക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിപ്പം ഉൾഭാഗത്തായതുകൊണ്ട് ഇത്തിരി ചെറിയ രീതിയിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെടണം. ഒരെണ്ണം ഇളക്കിയെടുത്തു. അടുത്ത് നമ്മൾ ഇളക്കിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ചെറുതായിട്ടൊന്ന് ഈ സൈഡിലോട്ട് വെച്ചിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് പിടിക്കണം. അടിയിൽ ഇതൊരു സി ഷേപ്പ് ആയതുകൊണ്ട്, അതായത് ഈ ഹാഫ് ചന്ദ്രക്കല ഈ ഒരു സെറ്റപ്പ് ഷേപ്പ് ആയതുകൊണ്ട് ഈ ഒരു സൈഡിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു സൈഡിൽ തട്ടി കൊടുക്കുമ്പോൾ ഇത് സിമ്പിളായിട്ട് ഇളകി വരും. അടി പിടിച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ നൈസിന് പയ്യെ തട്ടി കൊടുക്കുമ്പം ഇതിങ്ങനെ ചാടി വെളി വന്നുകൊണ്ടിരിക്കും. ഇത് ഊരി വന്നു കണ്ടോ. ഇതിൻ്റെ അകത്ത് നീഡിൽ ബെയറിങ് വരുന്നുണ്ടോ, ഉള്ളിൽ നീഡിൽ ബെയറിങ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഗ്രീസ് ഇല്ലാതെ ആ നീഡിൽ ബെയറിങ് ഒക്കെ നാശമായി കാണും. ഇതാണ് സ്റ്റാറിൻ്റെ കപ്പ്. ഇതിനെ സ്റ്റാർ എന്നും ഇതിനെ കപ്പ് എന്നുമാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേര് യൂണിവേഴ്സൽ ജോയിൻറ്റ്, യൂജെ ക്രോസ് എന്നുള്ളതാണ്. അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ കണക്കിളകി വരും. കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള ബെയറിംഗ് ഒക്കെ കണ്ടോ ഡാമേജ് ആയിട്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് കണ്ടോ, ഇതിങ്ങനെ നൈസിന് ചുമ്മാ ഇതുപോലെ ഊരി വരും. 2 പീസായിട്ടാണ് വരുന്നത്. കണ്ടോ, 2 പീസായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് സ്റ്റാർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എന്നൊക്കെ പറയുന്നത്. യൂണിവേഴ്സൽ ജോയിൻ്റ് എന്നാണ് ഈ അസംബ്ലി മൊത്തത്തിൽ പറയുന്നത്. സ്റ്റാറും കപ്പ് എന്ന് ലോക്കലി വിളിക്കുന്നത്. ഇത് സ്റ്റാറും കപ്പിൻ്റെ ഒരു സ്റ്റാറിൻ്റെയും അതാണെങ്കിൽ ഈ കപ്പിൻ്റെയും ഷേപ്പിൽ വരുന്നത് കൊണ്ടാണ് ഇത് കണക്കാണ് വരുന്നത്. അപ്പം ഈ സാധനം വരുന്നതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു യൂണിവേഴ്സൽ ജോയിൻ്റ് ആണ്. നമ്മളെ വണ്ടി കട്ടറിൽ വീഴുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം നമ്മളെ വണ്ടിയുടെ ഹൗസിങ്ങിലായിരിക്കും, ഈ ഒരു ഭാഗം ഗിയർ ബോക്സിലായിരിക്കും. ഇത് കണക്കൊക്കെ വർക്കാകുമ്പോഴത്തേക്ക് ഇത് ഫിക്സഡ് ആയിട്ട് ഒരു ഷാഫ്റ്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ വർക്ക് ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി പൊട്ടിപ്പൊളിഞ്ഞു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു യൂണിറ്റാണ് ഈ ഒരു യൂണിവേഴ്സൽ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ജോയിൻ്റ് ഇളക്കിയെടുത്ത് കണ്ട മണ്ട പോയ ഒരു ഷാഫ്റ്റ്. ഇത് ഇളക്കാൻ ഒരിത്തിരി എളുപ്പമാണ്. സംഭവം തരിക ഇതുപോലെ നമ്മളങ്ങോട്ട് കയറ്റി വെക്കും. കണ്ട ഇത് കണക്കങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഈ ഷാഫ്റ്റിൻ്റെ സൈഡിൽ പയ്യെ അങ്ങോട്ട് തട്ടി കൊടുക്കും. പൊങ്ങിയൊന്നണ്ട. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, പൊടിഞ്ഞ് നാശമായി ഒരു പരുവായി പോയിട്ടുണ്ട്. അടുത്തത് അതേപോലെ തന്നെ നമ്മൾ ഇത് വീണ്ടും ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ സൈഡിലിങ്ങനെ ഈ പൈപ്പിൽ അടി കൊള്ളരുത് കേട്ടോ. പൈപ്പിന് സ്ട്രെങ്ത് കുറവാണ്, അടിച്ചാൽ ചിലപ്പം ഞണങ്ങാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മളിപ്പോൾ പൈപ്പിൽ അടി കൊള്ളാത്ത രീതിയിൽ തട്ടി ഇളക്കി കണ്ടോ, ഗ്രീസൊക്കെ പോയി ആകെ നാശം കോടാലി ഒരു പരിപാടിയിരിക്കുന്നുണ്ടോ. നമ്മൾ ഇളക്കിയെടുത്തു. ഇനി ഇത് പുതിയത് വാങ്ങിച്ച് സെറ്റ് ചെയ്യണം. ഇതാണ്ടേ ഇത്രയും സാധനമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ യൂജെ ക്രോസ് പുതിയത് വാങ്ങിച്ചുകൊണ്ടത് കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇടുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് ഗോഗോടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഗോഗോടെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ വില എത്രയാണ്? 497 രൂപ ഇതിൻ്റെ വില. അപ്പോൾ 2 സെറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഗ്രീസ് അടിക്കാനുള്ള നിപ്പിൾ സെറ്റും അതിൻ്റെ ഹോളും ഇതിലുണ്ടായിരിക്കും.
ഇവിടെ ഇങ്ങനെ നമുക്ക് നിപ്പിൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഗുണമെന്ന് വെച്ചാലേ നമുക്കിത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അതായത് ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ, 2 മാസം 3 മാസം വിടും, മാസത്തിലൊരിക്കൽ നമുക്കിതാ ഇതൊന്ന് ജസ്റ്റ് ഇതിൽ നമുക്ക് ഗ്രീസ് അടിച്ച് സെറ്റ് ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വലിയ തേയ്മാനോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കത്തില്ല. നമുക്കിനി ഈ ഒരു UJ ക്രോസ് സെറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അതാ ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അത് കണക്ക് തന്നെ ഇതിൽ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ തട്ടിയാണെങ്കിൽ സാധാരണ ഹൈഡ്രോളിക് മെഷീനിൽ വെച്ച് പ്രസ് ചെയ്ത് ഞാൻ ഇളക്കാറുണ്ട്. പക്ഷേ ഇത് അത്ര ടൈറ്റോ കാര്യങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് തട്ടി ഇളക്കുമ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളിതാ ഇതിൽ ഇത് കണ്ട, ഇതിലിങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ അടിച്ചടിച്ചിളക്കാൻ നേരത്ത് ഈ ചുറ്റലിൻ്റെ സൈഡൊക്കെ വന്നിട്ട് ഈ വിളിമ്പിലടിച്ചിട്ട് ഈ ഭാഗമൊക്കെ ചതയാറുണ്ട്. ചതഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ കപ്പ്, അതായത് ഈ UJ ക്രോസിൻ്റെ കപ്പ് സെറ്റ് തട്ടിക്കയറ്റാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ വരുന്ന വിഷയം എന്താണെന്നറിയാവോ? ഈ കപ്പ് സെറ്റ് കയറ്റാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ചുറ്റിൽ വെച്ച് തട്ടുമ്പോൾ ഇതിനകത്തുള്ള നീഡിലെല്ലാം ചാടിപ്പോവും, ആകെ കുഴയാവും പിന്നെ ഇടാനായിട്ട്. പിന്നെ തട്ടിമുട്ടി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് അടിച്ച് കയറ്റിയാൽ തന്നെ ചിലപ്പോൾ കപ്പ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സിമ്പിളൊരു കാര്യം ചെയ്ത്, എത്ര രൂപ പറയണം, 340 ഒരു പേപ്പർ വാങ്ങിക്കുക. നമ്മളിതാ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇത് കണക്ക് റൗണ്ട് ഷേപ്പിൽ കയറ്റി ഇതുപോലെ തേച്ച് വൃത്തിയാക്കിയിട്ട് മുകൾ ഭാഗവും ഒന്ന് രാവി വിടുക. നല്ല രീതിയിൽ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണുമ്പോൾ പറയാൻ പറ്റും. അകൊക്കെ നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ എല്ലാ ഭാഗവും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഈ സാധനം അഴിച്ചെടുക്കുമ്പം മാർക്ക് ചെയ്യണം കേട്ടോ. ഇത് ഞങ്ങളിവിടെ ചെറിയൊരു മാർക്കിങ് ചെയ്തിട്ടുണ്ട്. ഇത് പിൻഭാഗവും ഇത് മുൻഭാഗവും. കാണാനൊക്കെ ഒരു കണക്കായതുകൊണ്ട് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യമേ ഇതിന് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിതാ ഈ ഒരു കപ്പ് സെറ്റ് ഇതിൻ്റെ അകത്ത് നീഡിൽ ബെയറിങ്ങൊക്കെ വരുന്നുണ്ടോ, കണ്ടോ, വളരെ സൂക്ഷ്മമായി ഇളക്കി മാറ്റി വെക്കുന്നു. മാറ്റി വയ്ക്കുക. കണ്ടോ, എന്നിട്ട് ഈ ഒരു UJ ക്രോസിൻ്റെ ആ ഒരു സ്റ്റാർ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് പതുക്കെ ഇതിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട്, ഇതിപ്പോൾ നമ്മളിത് തേച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത് കയറിപ്പോകും എന്നുള്ളതാണ്. കണ്ടോ, ഇതിനൊക്കെ ഫ്രീ ആയിട്ട് കയറി നിൽക്കും. ഈ നീഡിലൊന്നും, ഇതിൻ്റെ അകത്തുള്ള നീഡിലൊന്നും ചാടി പുറത്ത് വരാത്ത രീതിയിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ ക്രോസ് എടുത്ത് നൈസിന് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി ഇങ്ങനെ വെക്കുകണ്ട. കയറ്റി വെച്ചാണ്ടോ, കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി ആ നീഡിൽ ചാടത്തില്ല. നമ്മൾ 2 വിരൽ വെച്ച് ഇതുപോലെ നൈസിന് ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വിരൽ വെച്ച് അടിയുന്നതാ ഇതുപോലെ തിക്കി പിടിക്കുകയോ ചെയ്തിട്ട് ഇത് കറക്റ്റാണോ എന്ന് നോക്കി പതുക്കെ ഒരു ചുറ്റിലെടുത്ത് തട്ടിക്കൊടുത്താൽ ഇത് ചുമ്മാ അങ്ങ് കയറും. ഇത് കാണുമ്പം ചിലപ്പം വിചാരിക്കും, ഓ ഇത് ഇത്രയേ ഉള്ളോ, സിമ്പിളാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ വിചാരിക്കുന്ന കണക്ക് അത്ര സിമ്പിളല്ല ഈ ഒരു പരിപാടി. നമ്മളിത് തട്ടിക്കയറ്റിയുണ്ടോ, ഇത് നമ്മളിത് ഇത്രയും തേച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇത് ഇത്രയും സുഖകരമായ രീതിയിൽ കയറിയല്ലേ ഈ പണി കിട്ടും. ഇനി അടുത്ത സാധനം എടുത്ത് ഇത് ഗ്രീസൊന്നും ഇട്ട് വെക്കാൻ നിൽക്കരുത് കേട്ടോ. ഗ്രീസ് ഇട്ട് വെച്ചാലുള്ള കുഴപ്പം വെച്ചാൽ ഗ്രീസിൻ്റെ കൂടെ നീഡിലും കൂടെ തള്ളും. കറക്റ്റ് ആ ഒരു ഹോളിൻ്റെ അകത്തോട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും പതുക്കെ തട്ടിക്കുടിക്കുക. കണ്ടോ, നൈസിലും കയറിയണ്ട. ഇനി ആ ലോക്ക് ഇടണം. ലോക്ക് ഇടാനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മറ്റേ നിപ്പിൾ ഇട്ടിട്ടില്ല. നിപ്പിൾ നമുക്കിനി ഇടാനുണ്ടേ. ലോക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്നുമില്ല, സ്ക്രൂ ഡ്രൈവറിന് വാക്കല്ലാത്ത രീതി അടി കൊള്ളരുത്, അത് മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. ചുറ്റിലെടുത്ത് പയ്യെ നമ്മളതങ്ങ് തട്ടിക്കൊള്ളിച്ചിട്ടു. കണ്ടോ, അത് കയറി കിടന്നു. ഇനി പതുക്കെ ഈ മുകൾ ഭാഗത്തുനിന്ന് തട്ടി താത്ത് ലോക്ക് വീഴാനുള്ള ഗ്യാപ്പ് നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കിയെടുത്തിട്ട് പതുക്കെ വീണ്ടും നമ്മൾ അടുത്ത ലോക്ക് എടുത്ത് അങ്ങോട്ട് കയറ്റി വെച്ച് പിടിച്ചോണേ.
കണ്ട കയറ്റി വെച്ചിട്ട് നൈസിന് ലോക്കിൽ ഒരു തട്ട് കൊടുക്കണം. നൈസ് തട്ട് ഏതാണെന്നുള്ളത് 3-4 തട്ട് കിട്ടുമ്പോൾ മനസ്സിലാവും അല്ലയോ? ഓക്കെ, വീണു. ഇപ്പം ഈ ഒരു സംഭവം ഫ്രീ ആണ് കണ്ടോ, പ്ലേ ഒന്നുമില്ല, ഫ്രീ ആണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊപ്പല്ലറിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് ഇതാണ് മുൻഭാഗത്ത് വരുന്നത്, ഇത് പിൻഭാഗത്ത് വരുന്നത്. അതായത് ഇത് ഹൗസിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇതല്ലേ കറക്റ്റ് അല്ലേ? ഹൗസിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പേപ്പറൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചേക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ, പേപ്പറൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചേക്കുക. അങ്ങനെ വെച്ചാലേ പ്രയോജനമുള്ളൂ. ഓക്കെ, അങ്ങോട്ട് വെക്കുന്നു. ഈ കപ്പ് നോക്കേ, കപ്പിൻ്റെ അകത്ത് ഗ്രീസുണ്ട്, നീഡിലൊന്നും ചാടിയിട്ടില്ല, സീനില്ല. കപ്പ് പയ്യെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പതുക്കെ തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് വരുന്ന യൂണിവേഴ്സലിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഒരു സ്റ്റഡ്സ് ഭാഗം, ഈ ഒരു ഭാഗം കറക്റ്റ് ഇത്തിരി പുറത്തോട്ട് തെള്ളി നിന്നാലേ നമുക്കിത് റിസ്ക് ഇല്ലാതെ കയറ്റാൻ പറ്റുള്ളൂ. റിസ്ക് ഇല്ലാതെ അതിലോട്ട് അങ്ങോട്ട് കയറ്റി വെക്കുക. പയ്യ അടിഭാഗത്ത് പിടിച്ചേക്കണം. ഇതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് കൈ ഹോൾഡ് ചെയ്തേക്കണേ. നൈസിൽ നമ്മൾ തട്ടിക്കയറ്റി ഇനി ആ പുതിയ ലോക്ക് അങ്ങോട്ട് എടുക്കുന്നു, ഇടുന്നു. ഇപ്പോൾ നിപ്പിൾ സെറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വണ്ടിയിൽ ഇതേപോലെ ഇട്ടിട്ട് ഇതിൽ ഗണ്ണ് വെച്ച് നമുക്കിതിൽ ഗ്രീസ് അടിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിപ്പം OEM പാർട്ടാണോ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് OEM പാർട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഗോഗോയുടെ സാധനമാണ്, നമുക്ക് ഇതുവരേക്കും ഒരു രീതിയിലൊരു പ്രശ്നം വന്നിട്ടില്ല, നല്ല സാധനമാണ്. അപ്പോൾ ഇതിൽ ഗ്രീസ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗ്രീസ് അടിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കുറച്ച് നാളും കൂടെ ലാസ്റ്റ് ചെയ്ത് കിട്ടുമെന്നുള്ളതാണ്. ഗ്രീസ് അടിക്കാനുള്ള ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അകത്തിരിക്കുന്ന ഗ്രീസ് ചൂടായി മറ്റുമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് കണക്ക് ഇതുപോലെ സാധനങ്ങളൊക്കെ നാശമായി നശിക്കാൻ തുടങ്ങും. ഇപ്പം ഗ്രീസ് അടിക്കുന്നത് കൊണ്ട് എന്താ, കുറച്ച് നാളും കൂടെ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടും. ഇത് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലേയുടെ ഭാഗം ചെക്ക് ചെയ്യുക. ചിലതിന് ഒരല്പം ടൈറ്റ് കാണിക്കും, പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് പറയും, നിങ്ങൾ ഇപ്പം കൊണ്ട് പോകുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഗ്രീസ് അടിച്ചേക്കാൻ പറയും. ഒരുപാട് അടിച്ച് ഇന്തിരാക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഗ്രീസ് അടിച്ചൊന്ന് സെറ്റാക്കി ഇടുകയാണെങ്കിൽ അത് അവിടെ കിടക്കും. ഇനി ഈ സൈഡ് കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിതാ ഇതിൻ്റെ എല്ലാം യൂജോ ക്രോസും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഇനി ഇത് വണ്ടിയിലിട്ട് സെറ്റ് ചെയ്യണം. അപ്പം നിങ്ങളെ വണ്ടിയിലൊക്കെ ഇത് പിന്നെ പ്ലേയുടെ കാര്യം വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇനി ഉണ്ടോ അവനെ എന്താ പ്ലേ ഇനി ഇല്ല, പ്ലേ ഇനി സ്വപ്നങ്ങളിൽ മാത്രം, പ്ലേ ഇല്ല. അടുത്ത സൈഡ് പ്ലേ ഇല്ല. നിപ്പിൾ വഴിയും നമുക്കിനി ഗ്രീസ് അടിക്കാൻ പറ്റും. ഇതിങ്ങനെ ഇരിക്കും, നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഗ്രീസ് അടിക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. പിടിച്ചോളൂ, ഈ പിടിക്കുക, പോയി ഫിറ്റ് ചെയ്യുക, ചെല്ലു വെക്കോട്ടെ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞു, ഓടിച്ചൊക്കെ നോക്കി, അടിപിടിയോ കാര്യങ്ങളോ, അതായത് ആ ആക്സിലേറ്റർ ഇടിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ കിടക്കിടക്കുള്ള സൗണ്ട്, അതിനെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ചവിട്ടുമ്പോഴുള്ള സൗണ്ട്, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രൊപ്പല്ലർ ഷാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടെങ്കിൽ പിന്നത്തേക്ക് വെക്കാതെ കൃത്യമായിട്ട് മാറുക. പല രീതിയിലായിരിക്കും ഈ പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.